CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ ഇഡിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരണസ് കർത്തെ ഇന്നലെ വീണ്ടും ചോദ്യം ചെയ്തിരുന്നു. SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യത്തിലാണ് കമ്പനി അധികൃതരെ വീണ്ടും ചോദ്യം ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ മൂന്നാം വട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് സൂചന. CMRL അധികൃതർ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്ന് ഇഡി വൃത്തങ്ങൾ പറയുന്നു. കമ്പനി ഡയറക്ടർമാരായ ജയ കർത്ത, ഷിബി എസ് കർത്ത എന്നിവരെ പ്രതിസ്ഥാനത്ത് നിന്നും മാറ്റിയേക്കുമെന്ന സൂചനകളുമുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇപ്പോഴിതാ ഈ ശരണസ് കർത്തയെ ചോദ്യം ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഇനി വീണയെ ചോദ്യം ചെയ്യുന്നുണ്ടാവുക? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? അനുശ്രീ, ഈ കേസിൽ ഇപ്പോൾ CMRL എക്സാലോജിക് മാസപ്പടി കേസ് അല്ലെങ്കിൽ കള്ളപ്പണ കേസ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് SFIO റിപ്പോർട്ട് ലഭിച്ച സാഹചര്യമാണ് ഇപ്പോൾ ED ഉദ്യോഗസ്ഥർക്ക് മുന്നിലുള്ളത്. നേരത്തെ ആദ്യവട്ടം ചോദ്യം ചെയ്യലിലേക്ക് വരുമ്പോൾ SFIO റിപ്പോർട്ടിൻ്റെ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് 140ഓളം വരുന്ന പേജുകളുള്ള റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം അന്ന് ഉണ്ടായിരുന്നില്ല. ആ റിപ്പോർട്ട് കിട്ടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഏറ്റവും അടുത്ത ചോദ്യം ചെയ്തത് വീണ ടിയെ ആയിരുന്നു ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചത്. അത് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് ഈ CMRL ഉദ്യോഗസ്ഥർ തന്നെ ഉദ്യോഗസ്ഥർ അതോടൊപ്പം തന്നെ ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നു. ഇപ്പോൾ ശരണസ് കർത്ത ജോയിൻറ്റ് MD ആണ്. ശരണസ് കർത്തയെ വിളിച്ചു വരുത്തുന്നു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് ഡയറക്ടർ ബോർഡിലുള്ള പലരെയും തന്നെ ചോദ്യം ചെയ്യലിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതലായും SFIO റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടും ഇവർ നേരത്തെ നൽകിയ മൊഴികളും തമ്മിലുള്ള കാര്യങ്ങളാണ് ചോദിച്ച് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ടി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ്. അപ്പോൾ ഈ മൊഴികൾ, ഇവരുടെ എല്ലാ മൊഴികൾ ശേഖരിച്ച് അതിലെ വസ്തുതകളും വിശകലനങ്ങളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീണ ടിയെ മൂന്നാം വട്ടം ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. പക്ഷേ അത് ഒരുപാട് വൈകാൻ ഇടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ ചോദ്യം ചെയ്യലുണ്ടാകും എന്ന് തന്നെയാണ് നിലവിലെ സൂചന വരുന്നത്. ഏതായാലും ഈ കേസിലെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നത് നിസ്സംശയം പറയാം. കാരണം ഇതിൽ ഏറ്റവും ആധികാരികമാകുന്നത് SFIO റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്, അതിലെ വിശദാംശങ്ങൾ തന്നെയാണ്. നിലവിൽ ചില പൊരുത്തക്കേടുകൾ വീണയുടെ മൊഴികളിലുണ്ട് എന്ന് അടക്കമുള്ള സൂചനകളുണ്ട്. പ്രത്യേകിച്ച് ഈ പണം കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന വിശദാംശങ്ങളടക്കം, അതിൻ്റെ ഒരു വിശദീകരണമടക്കം EDക്ക് അത്ര ഒരു വ്യക്തമായ ഒരു ഉത്തരത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നൊരു വിലയിരുത്തൽ EDക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാണ് മറ്റുള്ളവരിൽ നിന്ന്, കമ്പനിയുമായി ബന്ധപ്പെട്ട കമ്പനിയുടെ അധികൃതരിൽ നിന്ന് വിശദീകരണം തേടുന്നത്. ഏതായാലും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടരുകയാണ്. ഇതിൽ വൈകാതെ വീണ ടിയെയും മൂന്നാം തവണയും വിളിപ്പിച്ചേക്കുമെന്ന സൂചനകളാണ് നിലവിലുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.